അത് തൊഴുത്തോളപ്പോ ഒരു 50,000 രൂപയുടെ അടുത്തായിട്ടുണ്ട്. ബൗള് കാണിച്ച് വെച്ചത്. അപ്പൊ ആദ്യം ഒരെണ്ണം ഉണ്ടായുള്ളൂ. ഒരെണ്ണത്തിൽ നിന്നാണ് 6 വരെ എത്തി. 2 ഞങ്ങക്ക് വീടിന് അധികം സ്ഥലമൊന്നുമില്ല, 2 സെന്റ് ഉള്ളു വീട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പശുക്കളെ വളർത്തുന്ന ഒരു ക്ഷീര കർഷകയാണ്. അപ്പോൾ ചേച്ചിയുടെ പേര് ഷീല എന്നാണ്. അപ്പോൾ ഷീല ചേച്ചിയുടെ പശുക്കൾ ഇതാണ്, ആകെ 3 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചേച്ചിയുടെ പശു വളർത്തലായിട്ട് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. പേരൊന്ന് പറയാവോ? ഷീല. ഓക്കെ. ഇപ്പൊ ഇവിടെ എത്ര പശുക്കളുണ്ട് ചേച്ചി? ഇപ്പൊ ഇതിനകത്ത് 3 പശുക്കളുണ്ട്. 3 പശുക്കളുണ്ട്. ഓക്കെ. എത്ര പശുക്കളെ വരെ ചേച്ചി ശരിക്കും വളർത്തിട്ടുണ്ട്? ഞാൻ 6 പശു വീതം ഉണ്ടായി ഈ തൊഴുത്തില്. 6 പശുക്കൾ. ഓക്കെ. ഇപ്പൊ കുട്ടികൾ ഇവിടെ ഉണ്ട്, 2 കുട്ടികൾ. 2 കുട്ടികളാണ് കിടക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഈ പശു എത്രാമത്തെ പ്രസവമാണ്? മൂന്നാമത്തെയാണ്. ഇത് 2 ആദ്യത്തെയാണ്. ഓക്കെ. പ്രസവിച്ചിട്ടുള്ളൂ. ശരിക്കും ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാല് കുട്ടികളെ വളർത്തിയെടുക്കുവാന്ന് തോന്നുന്നു അല്ലേ? അതെ. വേറെ 2 കുട്ടികളും കൂടി ഉണ്ട്, അത് പുറത്തുകൊണ്ട് കെട്ടിയേക്കാണ്, വൈകിട്ട് കൊണ്ടുവരും. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ ശ്രദ്ധിച്ചപ്പോ ഉണ്ടല്ലോ, വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. തൊഴുത്തിന്റെ കാര്യം പ്രത്യേകിച്ച്. ഇത് നേരത്തെ മുതൽ ഇങ്ങനെ ചെയ്തേക്കണാണോ? ഇവിടെ പണ്ട് ചെയ്തേക്കണേ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ വേറെ കൂട്ടിയെടുത്ത് പണിതുകൊണ്ടിരിക്കുക. ഓക്കെ. ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്യും അല്ലേ? അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഈ സിസ്റ്റം ഒക്കെ പണ്ട് ആദ്യം ഉണ്ടാക്കിയതാണ്. ഓക്കെ. അന്ന് തൊഴുത്ത് പണിതിപ്പോ എത്ര രൂപയായിരുന്നു ചേച്ചി ശരിക്കും പറഞ്ഞ? അത് തൊഴുത്ത് പണിതിപ്പോ ഒരു 50,000 രൂപയുടെ അടുത്തായിട്ടുണ്ട്. ബൗള് കാണിച്ച് വെച്ചത്. ഞാൻ തന്നെ കറവ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. ഫസ്റ്റ് ചേച്ചി ആദ്യം തുടങ്ങിയില്ലേ, ആ സമയത്ത് എത്ര പശുക്കൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ? ആദ്യം ഒരെണ്ണം ഉണ്ടായുള്ളൂ. ഒരെണ്ണത്തിൽ നിന്നാണ് 6 വരെ എത്തി. 2 ഈ കഴിഞ്ഞ കൊല്ലം ഒരെണ്ണം ചത്ത് വെയിൽ കൊണ്ട്. പിന്നെ ഒരെണ്ണം ഒരു കുഴി ചാടി വന്ന് നടു ഇറങ്ങി, അത് ചെനയുള്ളതായിരുന്നു, അതങ്ങനെ ചത്തു. ഇത് 2 സ്ഥലമാണ് വീട് ഇരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു ഭാഗം പെങ്ങടെ വീതത്തിലാണ് ഞങ്ങൾ തൊഴുത്ത് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് വീടിന് അധികം സ്ഥലമൊന്നുമില്ല, 2 സെന്റ് ഉള്ളു വീട്. അപ്പൊ എന്താ പറയാ, സ്വന്തമായിട്ട് തൊഴുത്തങ്ങനെ ഇല്ല, പെങ്ങള് ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ അതിന്റെ വിധത്തിലാണ് തൊഴുത്ത് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. എന്താന്ന് വെച്ചാല് പശു വളർത്തി വരുമാനം കിട്ടും എന്ന് ഒരു ഞങ്ങള് വീടുകളിലാണ് പാല് കൊടുക്കുന്നത്. ആ വീടുകൾ മുടങ്ങി പോവാതിരിക്കാൻ വേണ്ടി പിന്നെ പോണ പശുക്കളെ രണ്ടാമത് എവിടെന്നെങ്കിലും വാങ്ങിച്ച് പിന്നെ അതങ്ങോട്ട് കൊണ്ടെടുക്കുവാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു പശു വളർത്തലിലേക്ക് വന്നത്? ഈ ഒരു പശുവിനെ വളർത്തി കഴിഞ്ഞാൽ വരുമാനം കിട്ടുമെന്ന് എങ്ങനെ അറിഞ്ഞു? അത് നമ്മള് 2 നേരവും പണിയെടുക്കാണല്ല, കറക്കണം, കൊണ്ടുനടക്കണം. അപ്പൊ പാല് കിട്ടൂലേ? ഓക്കെ. അതല്ല, ചേച്ചിയായിട്ട് ഇവിടെ തുടങ്ങിയാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് അറിയായിരുന്നോ ഇതിനെ കുറിച്ച്, എങ്ങനെ വളർത്തണം? പിള്ളേര് ചെറുതായിപ്പോ ഇതിനെ കൊണ്ടാണ് നടന്ന്. അപ്പൊ പിള്ളേർക്കൊക്കെ പഠിത്തമൊക്കെ ഇല്ലേ, അപ്പൊ അതിനെ ചേട്ടനെ സഹായിക്കാനായിട്ട് അങ്ങനെ നടന്നു. ഓക്കെ. ചേച്ചി വീട്ടിലുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് കാര്യമായിട്ട് എങ്ങനെയാ പഠിച്ചപ്പോ? കാര്യമായിട്ട് മൃഗാസ്പത്രിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തരും, ഡയറിയിൽ നിന്നൊക്കെ ക്ലാസ്സുകൾ ഉണ്ട്, വാഴക്കുളം ബ്ലോക്കിൽ നിന്നൊക്കെ. അങ്ങനെ ആ ക്ലാസ്സുകൾക്കൊക്കെ പോയി അതൊക്കെ പഠിച്ച്. ഓക്കെ. ബോർഡ് മെമ്പർ ആയിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു? 3 വർഷം. ഇനി എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ തൊഴുത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇത് കണ്ട, ഈ തൂണ് കണ്ട, ഇത് സാധാരണ ഒരു സിമെന്റിന്റെ തൂണ്. ഇത് നേരത്തെ മുതൽ ആദ്യം ഉണ്ടാക്കിയതാണ്. പിന്നെ ആ ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ ആസ്പെറ്റോസിന്റെ ഷീറ്റാണ്. അന്ന് പണിതാണ് ആണല്ലേ? പിന്നെ അതിനുശേഷം കുറച്ച് എന്താ പറയാ, അത് കുറച്ച് പോയിട്ടാണ് വേറെ ഷീറ്റ് ഉള്ളിൽ നിന്ന് ഇട്ട് കൊടുത്തേണ്ടത് നനയാതിരിക്കാൻ. അതെ അല്ലേ? നമ്മള് സാധാരണ എന്താ പറയാ കമ്പിയൊക്കെ ഇടുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ചെയ്തേക്കണേ ഇത് എന്തിന്റെ തടി? തേക്കിന്റെ. ഓക്കെ. അതും ചെലവ് കുറച്ച രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പശുവിന് ഒരു ഫാന്, ചെറിയൊരു ഫാന്. പിന്നെ അതുപോലെ തന്നെ താഴെയാണെങ്കിൽ ബൗള് വെള്ളം കുടിക്കാൻ അതിനകത്ത് വന്നോണ്ടിരുന്നോളൂ. ചാണകം എവിടെയാ ഡംപ് ചെയ്യുന്നത്? അപ്പുറത്താണ്. അപ്പൊ അതിന്ന് കൊതുകുകളൊന്നും പറക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് മൂടി വെച്ചേക്കണത്. ഷീറ്റ് ഇട്ടേക്കണതിന്റെ അടിയില് വലിയ ടാങ്കാണ് അത്. അത് ഇത് ഈ തൊഴുത്തിന്ന് മൂത്രമൊക്കെ പുറത്തോട്ട് പോകാനായിട്ടാണ്. ഇതിന്റെ അകത്തല്ല, മൂത്രമൊക്കെ പുറത്താണ് വേണം, റബ്ബറിന്റെ കോമ്പൗണ്ടിലോട്ട് പോടാൻ. ഇപ്പൊ എത്രത്തോളം പാലുൽപാദനം ഉണ്ട് ശരിക്കും? ഇപ്പൊ കുറഞ്ഞ് 3 ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ആകെ 10-20 ലിറ്റർ പാലുള്ളൂ. വീടുകളിലാണ് കൊടുക്കണേ. മിൽമേല് ചെറിയ തോതിൽ അളക്കണുണ്ട്, 3 ലിറ്റർ മിൽമേൽ അളക്കണുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞ വീടുകളിൽ 70 രൂപ 60 രൂപ 65 രൂപ 65 രൂപയ്ക്കാണ് കൊടുക്കുന്നത് പുറത്ത്. ഓക്കെ. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി വീടുകളിൽ കൊടുക്കുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഈ പുല്ലൊക്കെ ഇപ്പൊ രാവിലെ അറുത്തോണ്ടിരുന്ന. അപ്പൊ പാടത്തല്ലേ നിങ്ങൾ? പാടത്ത് ഇല്ല, പറമ്പിൽ തന്നെ ഇടുമ്പോ വെള്ളമല്ലേ മഴ ചെയ്ത്, അത് കാരണം പറമ്പിൽ കെട്ടും. അപ്പൊ പുല്ലറക്കും. ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞ് ഞങ്ങള് കൊണ്ടുപോകൂല, കൊണ്ടുപോകും.
കാലത്ത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം? കാലത്ത് 4:30 വരും തൊഴുത്തില്. 4:30 വരും. 4:30 വന്ന് കുളിപ്പിച്ച് അത് കറന്ന് പാല് മിൽമേൽ കൊണ്ടുപോകണം, വീടുകളിൽ കൊണ്ടുപോകണം. പാക്ക് ചെയ്താൽ ഞങ്ങൾ കൊടുക്കണം, കുപ്പിയൊന്നും അല്ല. പാക്ക് ചെയ്ത് ഒരു 7 മണി 7:15 ആവുമ്പോഴേക്കും വീടുകളിലോട്ട് കൊണ്ടുപോകും. വീടുകളിൽ കൊടുക്കും. അപ്പൊ തീറ്റൊക്കെ അപ്പൊ ഞങ്ങൾ പോയി വരുമ്പോ കൊടുക്കോളൂ, അപ്പനാണ് സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ. ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്യണത്? ഒറ്റയ്ക്കാണ്. ചേട്ടൻ വണ്ടി കൊണ്ട് വരും, വണ്ടിയിലാണ് കൊണ്ടുപോകണം. എന്തായാലും 35 വർഷം കഴിഞ്ഞു അല്ലേ പശു വളർത്താൻ തുടങ്ങിയിട്ട്? അപ്പൊ പശു വളർത്തിയിട്ട് എന്തെല്ലാം ഗുണങ്ങൾ ശരിക്കും ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്? ഞങ്ങളുടെ വീട് അതുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പട്ടിണി എന്നല്ല, പിള്ളേര് പഠിത്തം, അവരെ കല്യാണം കഴിച്ച് 2 പേർക്കും ജോലിയായി, അങ്ങനെയൊക്കെ. 2 പിള്ളേരാണോ ഉള്ളത്? 2 പിള്ളേര്. അപ്പൊ ഈ പശു വളർത്തുന്ന കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പിള്ളേരൊക്കെ പഠിച്ചത്. പിന്നെ ചേട്ടൻ ഓട്ടോയും കൊണ്ടൊക്കെ പോകും, അത് ഞങ്ങളുടെ കുടുംബവും എല്ലാം കൂടി അങ്ങോട്ട് നടന്നു പോകും. എല്ലാം കൂടി നടന്നു പോണു, അതാണല്ലേ. അപ്പൊ അത്യാവശ്യം ജീവിച്ചു പോവാ അല്ലേ? അത്യാവശ്യം ജീവിച്ചു പോവാ. ഓക്കെ. ഞങ്ങൾക്ക് നീക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും സന്തോഷം. അന്നത്തെ കാര്യങ്ങൾ കടന്നു പോകും. ഓക്കെ. മെയിൻ കാരണം ചേച്ചി പറയണ കടയില്ലാതെ ജീവിച്ചു പോവാന്ന് പറയണേ. മിൽമേൽ കൊടുത്താൽ നമുക്ക് അത്ര പൈസ കിട്ടൂല. വീടുകളിൽ കൊടുക്കുകയാണെങ്കിൽ 65 രൂപ വെച്ച് കിട്ടും. മിൽമേലാണെങ്കിൽ അത്രയൊന്നും കിട്ടൂല, ചിലപ്പോ 50, 45, 50 കിട്ടുള്ളൂ. നല്ല പാലിന്, നല്ല കട്ടിയുള്ള പാലിന് ചിലപ്പോൾ 48, 49 കിട്ടുള്ളൂ. ഇല്ലാത്ത പാലൊക്കെ 49, 45 രൂപ കിട്ടുള്ളൂ. നമ്മൾ അവിടുന്ന് മേടിക്കുകയാണെങ്കിൽ 60 രൂപ കൊടുക്കണം. അപ്പൊ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചാണ് 60 രൂപ അവർ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ പാല് നമുക്ക് 45 രൂപക്കാണ് അവിടെ കിട്ടുന്നത്. അത് കറന്ന് ചൂടാറിനേക്ക് മുമ്പ് തന്നെ കൊണ്ടുപോകണം, ഭയങ്കര നിർബന്ധമൊക്കെയാണ്. അതെല്ലേ. അപ്പൊ നമുക്ക് പുറത്ത് കിട്ടണ രൂപയ്ക്ക് മിൽമേൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മിൽമേൽ കൊടുക്കും പാലല്ലേ? കൊടുക്കും. അപ്പൊ അതല്ലേ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകണതല്ലേ എളുപ്പം. ഇത് പാക്ക് ചെയ്ത് കുപ്പികളിലാക്കുകയാണെങ്കിൽ കുപ്പികളിലാക്കി, അല്ലെങ്കിൽ ഇപ്പൊ പാക്കറ്റാണ് ഞങ്ങൾ നടക്കുന്നത്. പശു ചത്തുമായിട്ട് വരെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പശു ചത്തുപോയത് ഈ പറമ്പില്. അപ്പൊ സന്ധ്യ ആവാറാ നേരമായി. ഞങ്ങൾക്ക് ആ നേരത്ത് ഒന്ന് ഫോട്ടോ എടുക്കാനൊന്നും നേരം കൂടിയില്ല. ഞങ്ങള് ബോർഡ് മെമ്പറൊക്കെ വിളിച്ച്, എന്നിട്ട് ആരും വന്നില്ല, അവര് ഫോണും വരെ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പറയാണ് പശുവിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളോട് ഫോട്ടോ എടുക്കണം പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? JCB ഒന്നാണെന്ന് അതിനെ കുഴിച്ചിട്ടത്, വല്ലവരും പറമ്പിൽ. നമ്മുടെയൊക്കെയാണ്, നമുക്ക് സ്ഥലമൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും നേരം ഉണ്ടായില്ല. ഇത് ചത്തുപോയ വിഷമവും എങ്ങനെയും കുഴിച്ചിടാനുള്ളതും കൊണ്ട് ഞങ്ങൾ വേഗം കുഴിച്ചിട്ട്. പശുക്കളെ വല്ലപ്പോഴും ഒരിക്കൽ ആരെങ്കിലും കിട്ടി പഞ്ചായത്തിലൊക്കെ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ ഒരു വാർഡിൽ. പിന്നെ എങ്ങനെ നമുക്കൊക്കെ കിട്ടണേ? ആക്കൾക്ക് ഉണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ കൊടുത്തില്ല, പശുവിന് കിട്ടിയായിരുന്നു. നേരത്തെ കിട്ടിയാണ് കാരണം പശു 2 എണ്ണത്തിന് കൂടി കൊടുക്കാൻ നമുക്ക് മേടിക്കാനുള്ള വരുമാനം വേണ്ടേ. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലേ? അതൊന്നും അങ്കമാലിയിലെ ഏരിയയിലാണ്. ഇവിടെ അങ്ങനെയില്ല, ഞങ്ങൾ ഒരുപാട് ചോദിച്ചത്. അതെല്ലേ. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഷീല ചേച്ചിയുടെ പശു വളർത്തലാണ്. 36 വർഷമായി ചേച്ചി പശു വളർത്താൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും നല്ല രീതിയിൽ ചേച്ചി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.